10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പണിക്കോ പോണി ഇല മുറിച്ച് വെക്കുക. ഞാൻ കഷ്ടപ്പെടാത്ത കഷ്ടപ്പാടില്ല. തേപ്പിന്റെ പണി, വാർപ്പിന്റെ പണി, കോൺക്രീറ്റിന്റെ പണി എല്ലാ പണിക്കും പോയിക്കാൻ. ഇതുവരെയുള്ള 10ാം ക്ലാസ്സിന് ശേഷം എന്ത് ഞാൻ വായിക്കും അതല്ല എന്റെ പൈസ. ഇവരോട് ഒരു 5 വർഷം കയ്യെല്ലാം പൊള്ളിയിട്ട് തേപ്പിനെല്ലാം പോയിട്ട് അമ്പോ കാലെല്ലാം പൊള്ളി അപ്പടി സീനാ തേപ്പിന്റെ പണി എന്നെല്ലാം പറഞ്ഞാല് കഷ്ടപ്പെടാ ഭയങ്കര. എന്റെ 99 ഏപ്രിൽ 19 കറക്റ്റാ? എന്റെ ഏപ്രിൽ അമ്മ ഞാൻ സാൻഡ് ബാഗ്സിലെല്ലാം കൊണ്ടുപോയി സാൻഡ് ബാഗ്സ് കൊണ്ടുപോയി കടൽ കാണിച്ചു കൊടുത്തിട്ട് മനുഷ്യൻ ഏറ്റവും ആവശ്യമുള്ള സാധനം എന്താ? ഭക്ഷണം. അതെന്നെ ഒരുത്തർ മനസ്സിലാക്കി കഴിഞ്ഞാൽ വലിയ സന്തോഷം എന്നുള്ള. അമ്മ മന്തി ഉണ്ടായിരിക്കില്ല, പക്ഷെ ഞാൻ മന്തി ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം ഞാൻ മന്തി കഴിച്ചു. അത് ഞാൻ വാക്ക് മന്തി പീടിയ ആൾക്കാർക്ക്. അക്ഷരം നല്ലതല്ലെങ്കിൽ സ്വഭാവം മോശമാണ്. അല്ല ഡോക്ടർമാരെ അങ്ങനെയല്ലേ? അപ്പൊ ഡോക്ടർമാരെ മോശക്കാരാ? ഡോക്ടർമാരെ വരെ കുറ്റം പറയുന്നത്. അമ്മേന്റെ നാളേതാ? അമ്മേന്റെ നാളെ ഓർമ്മ ഉണ്ടാ? നിങ്ങക്ക് നാളില്ലേ? നാളെ പറയണ്ടേ? അമ്മന്റെ മോന്റെ മനപ്പൊരുത്തം നോക്കിയാലോ? അത് ചോദ്യ നമ്മളിത് കപ്പിൾസിന്റെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അമ്മേന്റെ മോന്റെയും ചെയ്യാം. അപ്പൊ ഞാനിപ്പം നിങ്ങളുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ പറയും. അപ്പൊ അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് ഓൻ എഴുതാം, ഓന് ഇഷ്ടമുള്ളത് അമ്മ എഴുതാം. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി ചോദിക്കുമ്പോ പറയാം. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഓന് ഇഷ്ടമുള്ള ഫുഡ് എഴുതിയേ. അമ്മയ്ക്ക് എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ടെ? എനിക്ക് പിന്നെ ചോറാ ഇഷ്ടം. ചോറും കറി. എന്താ എഴുതിയേ? നാടൻ ചോറ്. അതെന്നെ വേണ്ടി. എനിക്കെന്താ ഇഷ്ടപ്പെട്ടെ? മന്തി. അതന്നെ എഴുതിയ. മന്തി അവനിഷ്ടം. എന്നാ ജനിച്ച ദിവസം, ഡേറ്റ് ഓഫ് ബർത്ത്, അത് നീ പെടും. എനിക്ക് ഓൻ ജനിച്ച ദിവസം ഒന്നും ഓർമ്മയില്ല. അമ്മ നല്ല ആലോചിക്കുന്നുണ്ടല്ലോ. അമ്മക്കറിയായിരിക്കും ഏകദേശം. വർഷം എഴുതിയാ പോരട്ടോ, ദിവസം എഴുതണോ? ദിവസം എഴുതണം. ഏത് മാസാണ്, ഏത് തീയതിയാണ്, ഏത് വർഷം എഴുതിയില്ലെല്ലാം കുഴപ്പമില്ല. അതന്നെ എന്റെ അറിഞ്ഞൂടാ, ഞാൻ ജനിച്ചിട്ടില്ല. കാരണം വെച്ചാല് അന്നത്തെ സമയത്ത് സ്കൂളിലെ മാസ് ചേർക്കുന്നത് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലേ? അതല്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മയോട് പലപ്പോഴും ചോദിച്ചു സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കുമ്പോ അടുത്ത മാസം എത്മാസം എഴുതു. ഇല്ല ഞാനെന്താ എഴുതണ്ട്? ഏതോ എത്മാസം എഴുതതാ എന്റെ അമ്മക്ക്. നിങ്ങളുടെ ഏതായിരുന്നു വർഷം ഓന് എഴുതിയില്ലേ? നിങ്ങൾ പറഞ്ഞു. ഓന് ഞാനാ 75-ലാണ്. വർഷമെങ്കിലും എഴുതി കൂടെ. എനക്ക് അറിഞ്ഞൂടാലോ. കൂട്ടുകാരന്മാരെ കുറക്കുവരന്മാരെ കയ്യല്ല. അല്ല, അമ്മക്ക് എത്ര വയസ്സായി? അമ്മക്ക് എന്തായാലും 55 അല്ലേ? 55 ആയിക്കുണ്ടാവും. നിങ്ങക്ക് അറിയല്ലോ നിങ്ങൾക്ക് എത്ര വയസ്സായി? വയസ്സ് സത്യം ആ സമയത്ത് എനിക്കൊന്നും അത് തിരിയൂല. നിങ്ങൾക്കല്ല അച്ഛനമ്മയും ഉമ്മളെ കൊണ്ടുപോയി ചേർക്കാനും ഒരു റെഡിക്കുള്ള ടൈമും എല്ലാം റെഡിയാക്കും. ഇവരെ അതില്ല. ആ സമയത്ത് 8 മക്കളുണ്ടാവും. 8 മക്കളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എടുത്ത് പഠിക്കണ അപ്പൊ പേര് വരെ പണ്ടേ ഓർമ്മ ഉണ്ടാവൂല. ആയിക്കോട്ടെ, കുഴപ്പമില്ല. ആയിക്കോട്ടെ, മാഷിന് തെറ്റാണ്. മാഷ് വരെയൊക്കെ എഴുതണേനു. എന്റെ 99 ഏപ്രിൽ 19. ഏപ്രിൽ മാർച്ച്. എന്റെ ഏപ്രിൽ മാർച്ച് 19. മാർച്ച് 19. അത് സാരല്ല, ചെറിയൊരു മാറ്റം അങ്ങോട്ട് ഇങ്ങോട്ട്. അങ്ങോട്ട് വേണമെങ്കിൽ ഇല്ലത് പോയേ. എന്റെ അടുത്തുനിന്ന് പോയി. അത് സാരല്ല, ചോദ്യം തെറ്റാ. പിന്നെ ചോദ്യത്തിന് പറഞ്ഞോ. ഇനി അടുത്തത് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് അറിയാണ്ടാവും. ഫേവറേറ്റ് കളർ, നിറം ഏതാ? അങ്ങനെ നിറം ഇല്ലേ? നിറം ഞാള നിറം. അല്ല, ഓന് ഇഷ്ടമുള്ള നിറം. കളർ ഏതാ? എനിക്ക് ഇഷ്ടപ്പെട്ട കളർ എന്തിന്റെ ഡ്രസ്സിന്റെ എന്തായാലും ഇല്ല. ഓന് എപ്പോഴും ഏകദേശം ഒരേ കളറിലായിരിക്കുമല്ലോ എടുക്കുന്നത്. അത് നിങ്ങളങ്ങ് എഴുതിക്കൊണ്ട്. അതേതാളി ഞാൻ വിചാരിച്ച ഏരിയോ അമ്മക്ക് ഏതാ ഇഷ്ടല്ലേ? അല്ല, അമ്മക്ക് ഏതാ ഇഷ്ടല്ലേ? എനക്ക് പിന്നെ വയലറ്റ് ഇഷ്ട, കരിമ്പച്ച ഇഷ്ട,
മെറൂണ് എല്ലാം പറയില്ലേ ഏതെങ്കിലും വായിച്ചാവുന്ന അമ്മ അത് ചോദിച്ചിട്ടാ നമുക്കെല്ലാം ഇഷ്ടം. ഞാൻ എഴുതിയ പക്ഷെ നീലാന്നാ. അതമ്മ പറഞ്ഞിട്ടില്ല. ഇഷ്ടമില്ല. അയ്യേ എനിക്കിഷ്ടം വൈറ്റ. എനിക്ക് വൈറ്റാ. അവന് വൈറ്റ. കാരണം ഞാൻ എന്ത് ഷർട്ട് എടുക്കും വെള്ളയമ പുള്ളി വെള്ളയമ ആ ഇപ്പോഴും അതെ വെള്ളയമ പുള്ളി വെള്ളം അത് വെള്ള അതെല്ലാം പറയലുണ്ടാവൂലേ എനിക്ക് വെള്ളം മാത്രമേ ഞാനത് പറയൂ അവനോട്. എപ്പോഴും വെള്ളയമ്മൽ പുള്ളി വെള്ളയമ്മലിന് എന്തെങ്കിലും ഒരു കുത്തുള്ള അങ്ങനത്തെ എല്ലാം എടുത്തേണ്ടി വരുക. ഞാൻ എപ്പോഴും പറയും ഇനി വെള്ളയമ്മലുള്ള മാറ്റി എന്നുള്ള ഇനി എപ്പോഴും വെള്ളയമ്മലുള്ളതാ എടുക്കും. ഇനിയിപ്പോ അടുത്ത ചോദ്യം ചോദിക്കട്ടെ. പോവാൻ ഇഷ്ടപ്പെട്ട സ്ഥലം ഇപ്പൊ അവിടെ കറങ്ങാൻ പോണം എന്നുണ്ടായാലോ? അത് അങ്ങനത്തെ ഒന്നും ഇല്ല. അങ്ങനെ ഉണ്ടായാലോ? നിങ്ങൾക്ക് ഉണ്ട് അങ്ങനത്തെ എന്തെങ്കിലും? അമ്മയ്ക്ക് ഉണ്ടായടാ, എനിക്ക് ഉണ്ടായാലെങ്കിലും. ഈ അമ്മേനെ കൊണ്ടുപോകില്ലല്ലോ. അമ്മേനെ സാൻഡ് ബാഗ്സിലെല്ലാം കൊണ്ടുപോയി കൊണ്ടുപോയി സാൻഡ് ബാഗ്സ് കൊണ്ടുപോയി കടന്ന് കാണിച്ചു കൊടുത്തേക്ക്. 1ാം ക്ലാസ്സിലെ പിള്ളേർ അറ്റൻഡ് ചെയ്ത്. പിന്നെ വലിയ മലയമ്മ കൊണ്ടുപോയി. ഏത് മലയില? മറ്റേ പായക്കുറ്റി മലയമ്മ കൊണ്ടുപോയി. എന്നാലും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായില്ലേ ഓനൊരു സ്ഥലത്ത് കൊണ്ടുപോകണമെന്ന്? നല്ലൊരു ചാൻസ് നിങ്ങൾ എഴുതിക്കോളി. അവന് കൊണ്ടുപോകാതിരിക്കാനായില്ലേ വീഡിയോ റിലീസ്? അത് നിങ്ങൾ പറയാൻ കൊണ്ടുപോകും അങ്ങനെ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ. അമ്മക്ക് എനിക്ക് അമ്പലത്തിലെല്ലാം പോകാൻ ഏത് അമ്പലത്തിലാണ് എഴുതിക്കോ എന്നാലേ പറയണ്ട. ഗുരുവായൂർ പോകാൻ ആഗ്രഹം ഉണ്ട് എനിക്ക്. ഏത് വന്നാ ഗുരുവായൂരല്ലേ? അതാ ഞാൻ ഗുരുവായൂരിലേക്ക് എന്ത് എഴുതിക്കൊന്നു നിങ്ങൾ പറഞ്ഞില്ലേ? എന്നോട് പറഞ്ഞു ഏത് പോയി പോയി അടുത്ത ചോദിക്കാം. അങ്ങനെയല്ല റെഡിയാക്കിയില്ലേ? ഏത് റെഡിയാക്കി? റെഡിയാക്കലല്ലേ മനുഷ്യൻ ഏറ്റവും ആവശ്യമുള്ള സാധനം എന്താ? ഭക്ഷണം. അതെന്നെ ഒരുത്തർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിലും വലിയ സന്തോഷം എന്നുള്ളത്. അല്ല അത് അമ്മ ഉണ്ടാക്കി തരുന്നോണ്ടല്ലേ. അമ്മ മന്തി ഉണ്ടാക്കി തരുന്നുണ്ടാ? അമ്മ മന്തി ഉണ്ടാക്കി തരുന്നില്ല. പക്ഷെ ഞാൻ മന്തി ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം ഞാൻ മന്തി കഴിച്ചിരിക്കും. ആഴ്ചയിൽ 3 പ്രാവശ്യം. അത് ഞാൻ വാക്കുകൊടുത്തു മന്തി പിടിയ ആൾക്കാർക്ക്. മന്തി ഏത് മന്തി കഴിക്കല്? കാന്താരി. കാന്താരി അൽഫാം മന്തി എനിക്ക് ഇഷ്ടം. കാന്താരി മന്തി അടിച്ച അമ്പോ ഈ പള്ളിയത്ത് നായികള് തോന്നി. എനിക്കറിയാലേ? എനിക്കറിയാം. ഓക്കറിയാം. നല്ല മന്തിയാ വല്യ. നല്ല മന്തിയാ. ഞാൻ മന്തിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. പക്ഷെ നല്ല അടിപൊളി മന്തിയാ. ബാക്കി എല്ലാ സ്ഥലത്ത് വെച്ച് നോക്കും. എന്തെങ്കിലും പേയ്മെന്റ് എല്ലാം തരണേ. ഇനി അവിടെ വരുമ്പോ ഒരു 50 ദിവസം ഞാനോട് പൈസ വാങ്ങുന്നത്. അത് പ്രൊമോട്ട് ചെയ്തില്ല. അതെ ഫ്രീ പ്രൊമോഷൻ ചെയ്തു. അല്ല ഇത്രയും മന്തിയുടെ സ്ഥലത്ത് കൂടെ പ്രൊമോട്ട് ചെയ്തു. ഞാനാണ് ചോദിച്ചത് പള്ളിയത്ത് മന്തിയല്ലേന്ന്. മനസ്സിലുള്ള സാധനം ചോദിച്ചു. എല്ലായിടത്തും അടിപൊളി എന്തായാലും. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. നാളെ ഏതാ? അമ്മയുടെ നാള് ഓൻ എഴുതും. ഓന്റെ നാളെ എഴുതും. നിങ്ങളെ മിണ്ടാണ്ട് എഴുതാനെ. ഏതേലും ഒരു നാളെ എഴുതിക്കോ. ഒക്കെയായിരിക്കും. എന്റെ എന്നോട് ഇതന്നെ തോന്നുന്നു. അല്ല അമ്മേന്റെ നാളെ ഏതാ? അമ്മേന്റെ നാളെ ഓർമ്മ ഉണ്ടാ? നിങ്ങക്ക് നാളില്ലേ? നാളെ അച്ഛനും അമ്മയും പറയണ്ടേ ഇന്നേ നാളാന്നില്ല. ഒരിക്കൽ നാള് വന്നിക്ക് ഓര് എന്തായാലും നിങ്ങൾ നോക്കല്ലേ ജാതകം? അന്നും ജാതകം ഇല്ല. ജാതകം കൊറേ നാളെല്ലാം മുന്നേ. പക്ഷെ അന്നൊന്നും പണ്ട് സാധാരണക്കാരുടെ ഫാമിലി ഒന്നും നാളെ നോക്കലില്ല. ഇല്ല. ഞാൻ എന്നാലും അമ്മക്ക് ഒരു നാള് കൊടുത്തിന്ന്. ഏതാ നീ കൊടുത്ത? ആയില്യം. പാമ്പിന് പേടിയുള്ളവരുടെ എന്തോ ഒരു നാളല്ലേ? പാമ്പിന് പേടി അതുകൊണ്ടാവും കൊടുത്തേ. ഞാൻ വെറുതെ കിട്ടിയാ കിട്ടാ. അമ്മക്ക് ഇന്നത്തോടെ നാളുമായി ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തില്ല. ജനിച്ചില്ലാതെ ജനിച്ചിട്ടില്ല. നല്ല എനിക്ക് അത് കൊടുക്കാനും. ഓന്റെ നാളെ ഏതാ? ഇല്ല എന്റെ നാളെ രോഹിണി. കറക്റ്റാ. അതെല്ലാം അമ്മക്ക് അറിയാൻ പറ്റൂ. എന്നാലും ഉമ്മക്ക് അമ്മമാരുടെ അറിയാനൊക്കെ പറ്റും. നീ അറിയാൻ ശ്രമിക്കാത്തോണ്ടാ. അതുപോലെ അച്ഛനും അമ്മമാർക്ക് അറിയില്ല. അച്ഛനും അമ്മമാർക്കും അറിയാൻ പറ്റില്ല. ചാൻസും ഇല്ല. ഇല്ലല്ലോ അമ്മ ഓലിക്കൊന്നും പറഞ്ഞു തന്നില്ല. നിങ്ങൾക്ക് ഇല്ല തുറന്നു പറയാ പറഞ്ഞു തന്നില്ല. കാരണം ഓലിക്കൊന്നും അന്നത്തെ സാഹചര്യത്തിൽ ഇല്ല. ഓല് എത്ര കൊല്ലം കഴിഞ്ഞാലും പറയും ചിങ്ങം വന്നാ എനിക്ക് 20 വയസ്സായി, ചിക്കൻ വന്നാ 12 വയസ്സായി, കന്നി വന്നാ ഇത്രയായി എന്തെല്ലാം പറയാള്ളൂ. കന്നി വന്നാലല്ല പറയാ. ഡേറ്റ് ഓഫ് ബർത്ത് ഇത്രയായിരുന്നില്ല. മലയാള മാസം. നിങ്ങളെ മലയാള മാസത്തിൽ പറഞ്ഞാലും അതറിഞ്ഞൂടാ. അതും അറിയാലോ. അതിങ്ങനെ കൊല്ലമൊന്നും പോന്നല്ല ഉണ്ടാവും. ഓലിങ്ങനെ ഏതെങ്കിലും കൊല്ലം വരുമ്പോ ഈ ചിങ്ങം വന്നാ എനിക്ക് 20 വയസ്സായി എന്തോ സുമാറടിച്ച് ഓലങ്ങ് പറയും. അല്ല ഇപ്പൊ നിങ്ങള് എത്ര വയസ്സിലാ കല്യാണം കഴിച്ചേ? എന്നെയാ 21 വയസ്സിൽ. 21 വയസ്സിൽ കല്യാണം കഴിച്ച്. ആദ്യത്തെ കുട്ടി എപ്പോഴുണ്ടായേ? കുട്ടി 1994. അല്ല 93 കല്യാണം. 93 കല്യാണം. 94 ആദ്യത്തെ കുട്ടി ഉണ്ടായി. അപ്പൊ 22-ാം വയസ്സിൽ നിങ്ങൾക്ക് ആദ്യത്തെ കുട്ടി. ഓൻ എത്ര വയസ്സിലുണ്ടായേ? എനിക്ക് വയസ്സായിക്കില്ലേ?
99 നിങ്ങൾക്ക് എത്ര വയസ്സുള്ളപ്പോഴാ? എനക്ക് 5 കൊല്ലം കഴിഞ്ഞിട്ട് എന്റെ 3 പ്രസവം എല്ലാം കഴിഞ്ഞ് പ്രസവം നിർത്തുകയും ചെയ്ത്. അങ്ങനെയാ. ഓൻ ജനിച്ചപ്പോ എങ്ങനെയായിരുന്നു? നല്ല കുട്ടീനു അല്ലെങ്കിൽ ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കുന്ന? ഓൻ കരച്ചല് തന്നെ ഉള്ളൊരു മോനെ. എന്നാ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ. ഏറ്റവും കൂടുതൽ കരഞ്ഞത് എന്തിനാ? ഏതിയാ മതി. ആര് കരഞ്ഞേ? അമ്മ കരഞ്ഞിട്ട് ഈ എഴുതോ, ഈ കരഞ്ഞ അമ്മ എഴുതു. അമ്മ കരഞ്ഞ ഞാൻ എഴുതാനാ? അത് ഞാൻ എഴുതരമാണെങ്കിൽ. അമ്മ കരഞ്ഞ ഓൻ എഴുതു, ഓൻ കരഞ്ഞ ഞാൻ എഴുതാനാ. ഏറ്റവും കൂടുതൽ കരഞ്ഞത് എന്തിനാ? നല്ല കയ്യക്ഷരം അതുകൊണ്ട് പിന്നെ കയ്യക്ഷരം കാണൂലല്ലോ. ഇല്ല, നീ എന്നെ മാത്രം കാണിച്ചാൽ മതി. കയ്യക്ഷരം നല്ലതല്ലെങ്കിൽ സ്വഭാവം മോശമാണ്. അല്ല ഡോക്ടർമാരെ എത്തി അങ്ങനെയല്ലേ? അപ്പൊ ഡോക്ടർമാരെ മോശക്കാരാ? ദേവി, ഡോക്ടർമാരെ വരെ കുറ്റം പറയുന്നുണ്ട്. ഇല്ല, ഞാൻ പറഞ്ഞില്ലേ നല്ല കയ്യെഴുത്തുള്ള ഡോക്ടർമാർ. ഇല്ല, ഡോക്ടർമാരെല്ലാം അങ്ങനെ തന്നെയല്ലേ കയ്യക്ഷരം? ഇല്ല, നമുക്ക് തിരിയില്ലല്ലോ. അമ്മ എന്താ എസ് ട്രോൾ വാങ്ങിട്ട് അമ്മ എസ് അമ്മോ ഞാനെന്തിനാ ഇങ്ങനെ കാര്യം എനക്ക് പറഞ്ഞില്ലല്ലോ. ടി പി ഒന്നല്ല, ഇനി ഞാൻ വായിക്കുന്നതിനേക്കാൾ നല്ലത് അമ്മ പറയുന്നേക്കും. ഒരു മിനിറ്റ്, ഈ എന്തിനാ കരഞ്ഞേ? കുഞ്ഞാൾ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഞാൻ കരഞ്ഞ, ഞാൻ അമ്മ അറിഞ്ഞല്ലേ ഞാൻ എഴുതിയേ. നീ എഴുതിയതല്ല, അല്ലാണ്ട് നീ എന്തിനാ കരഞ്ഞേ പറ. ഞാൻ കരഞ്ഞ എന്തിനും ചെറിയ ഇവരൊന്നും മായത്തരായിട്ട് വാശി പിടിച്ചിട്ടുണ്ടാവും. അതിനല്ലാണ്ട് പിന്നെ എന്റെ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്നും ഇവരോട് ചോദിച്ചില്ല. 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അഭിമാനബോധം കൊണ്ട് ഉറപ്പല്ലേ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പണിക്കോ തുടങ്ങി. എന്തിന്റെ പണി? പച്ചക്കറി ഷോപ്പിൽ ആഞ്ചിലുള്ള പച്ചക്കറി ഷോപ്പിൽ പോയി തുടങ്ങി. 10ാം ക്ലാസ് തുടങ്ങിയത്. പിന്നെ അവിടെ കഴിഞ്ഞ് പിന്നെ +2 കഴിഞ്ഞ് ഇല മുറിച്ച് വെക്കുക. ഞാൻ കഷ്ടപ്പെടാത്ത കഷ്ടപ്പാടില്ല. തേപ്പിന്റെ പണി, വാർപ്പിന്റെ പണി, കോൺക്രീറ്റിന്റെ പണി എല്ലാ പണിക്കും പോയിക്കാൻ. കാരണം എന്റെ അച്ഛനെ കൊണ്ടാവൂല. 2 പെമ്മക്കൾ കല്യാണം കഴിച്ചുകൊണ്ട് അച്ഛൻ ഫുള്ള് കടത്തിലായി പോയി. അപ്പൊ സ്വന്തമായിട്ട് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കണേ. വണ്ടി വാങ്ങി, സൈക്കിൾ വാങ്ങി, ഡിഗ്രി പഠിച്ച എന്റെ പൈസ ഉണ്ടാ 3 കൊല്ലം. ആ സമയത്ത് ഡ്രസ്സ് എടുത്തത്, ഡിഗ്രിയുടെ ചെലവ് എല്ലാം ഇതുവരെയുള്ള 10ാം ക്ലാസ്സിന് ശേഷം എന്ത് ഞാൻ വാങ്ങിക്കും അതല്ല എന്റെ പൈസ. ഇവരോട് ഒരു 5 പൈസ ചോദിച്ചിരിക്കുന്നത്. അല്ല അഭിമാനമല്ല, സത്യ ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ എന്റെ പൈസ കൊണ്ട് ഡിഗ്രി പഠിച്ചതാ. വെച്ചാൽ 4 മണിക്ക് കോളേജ് കഴിയും, 4 മണി തൊട്ടിട്ട് 5 മണിക്ക് ആഞ്ചിലെത്തി കഴിഞ്ഞ് 5 മണി തൊട്ട് 9 വരെ പച്ചക്കറി പീടിയിൽ പോകും. എന്നിട്ട് ആ പൈസ കിട്ടിയിട്ട് അതിനെ കൊണ്ട് ഫീസ് അടച്ച്. അതിൽ പച്ചക്കറി പീടിയിൽ നിൽക്കുന്ന സജിത്ത് എന്ന ആളെല്ലാം ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത്. കാഞ്ചിട്ടുള്ള ആളാ. ഓൻ കൂടുതൽ പൈസ തരൂ. പിന്നെ വണ്ടി എടുക്കാൻ സഹായിച്ചിക്ക്. വണ്ടി എടുക്കാൻ 20,000 റുപ്യ എനിക്ക് തന്നില്ല. വേറെ ആളാണ് തരൂല. അന്ന് 20,000 റുപ്യ എനിക്ക് സഹായിച്ചിട്ടുണ്ടായിരുന്നു. നല്ല പൈസ 20 ഇപ്പൊ ഒരു പൈസ ഇപ്പൊ നിങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്. ഞാനതല്ല പറഞ്ഞേ. അയ്യര സമയത്ത് 20,000 ഭയങ്കര ടൈറ്റില്ല. എത്രയായി? എനിക്കൊന്ന് 5-6 കൊല്ലം മുമ്പ് 20,000 ഭയങ്കര ടൈറ്റില്ല. 6 കൊല്ലം ഒന്നല്ല, അതിന്റെ മുന്നേ വണ്ടി എടുത്തിനി. അന്നേരം 20,000 റുപ്യ അന്ന് ഭയങ്കര പൈസ. 20,000 റുപ്യ ഒരു മുത്തൂറ്റിന്റെ പൈസ എടുത്തില്ല, 40 റുപ്യ. അങ്ങനെയല്ലോ അങ്ങനെയെല്ലാം വണ്ടി എടുത്ത്. അതാ പറഞ്ഞ ഞാൻ +2 കഴിഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞ ഞാൻ ഒരു പൈസ പറയുന്നതായിരിക്കില്ല. കാരണം പറയാൻ തരാൻ ഇല്ല. അതുകൊണ്ടാണ്. അപ്പൊ എനിക്കറിയാം എങ്ങനെ ജീവിക്കണോ. ഞാൻ എവിടെ കൊണ്ടുപോയിട്ടാൽ അവിടെ ജീവിക്കും. എങ്ങനെ കഷ്ടപ്പെട്ട്. ഉള്ളിലുണ്ട്. ഉള്ളില് അങ്ങനെ ആയിരിക്കണം എന്റെ അഭിപ്രായം. നമ്മളൊരിക്കലും പുറക്കാരെ ഡിപ്പെൻഡ് ചെയ്ത് എത്ര ആളെ ജീവിക്കുക. സ്വന്തമായിട്ട് എന്നാലും നമ്മള് രക്ഷപ്പെടും. ഉറപ്പല്ലേ? ഞാൻ ഭയങ്കര ഒരിക്കലും പറയുന്നില്ല. പക്ഷെങ്കിൽ ഞാനത് ചെയ്തിട്ട് ഇത്രത്തോളം ആയിക്കി. കാരണം പല കുട്ടികൾ അമ്മമാരോട് വണ്ടി എടുക്കാനും പുരേന്ന് വാശി പിടിച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്ന എത്ര കുട്ടികളുണ്ട്. പുരേന്ന് വണ്ടി വാങ്ങി കൊടുക്കാത്തതിൽ ആത്മഹത്യ ചെയ്യുന്ന എത്ര കുട്ടികളുണ്ട്. പക്ഷെ എന്തിന്? നമ്മളെ കൊണ്ട് അമ്മക്ക് തടി ഉണ്ടെങ്കിൽ ഓല് നമുക്ക് ജന്മം തന്നത്. ബാക്കി നമ്മളായിക്കോളുക. അടിച്ച് കയറുക തന്നെ. അല്ലാണെന്താ? അതുകൊണ്ടല്ല, ഞാൻ പറഞ്ഞതാണ്. നമ്മളെ കൊണ്ടാവും. നമ്മൾ ശ്രമിച്ചാൽ നടക്കാത്തൊന്നുമില്ല ജീവിതത്തിന്റെ അനുഭവത്തിൽ. ഉറപ്പല്ലേ? പക്ഷെ എനിക്ക് തരാൻ ഇവർക്ക് ഇല്ലാത്തോണ്ടാണേ. അല്ലാണ്ട് ഇവര് തരട്ടല്ല. അത് ഞാൻ മനസ്സിലാക്കി. ഞാൻ കഷ്ടപ്പെട്. ഞാൻ സത്യം പറയാലോ എത്തില്ലേ. കൈയെല്ലാം പൊള്ളിയിട്ട് തേപ്പിനെല്ലാം പോയിട്ട് അമ്പോ കാലെല്ലാം പൊള്ളി അപ്പഴ് സീനാ തേപ്പിന്റെ പണി എന്നെല്ലാം പറഞ്ഞാല്. കഷ്ടപ്പെടാ ഭയങ്കര. അമ്മയെ കഷ്ടപ്പെട്ട് അമ്മയെ തേപ്പിന്റെ പണിക്കും എല്ലാം പോയി കല്ലെടുക്കാനും. ഇപ്പൊ എന്താന്നറിയാലോ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് അമ്മ പണിക്കൊന്നുമില്ല. ഞാൻ പണിക്ക് പോകണ്ടെന്ന് പറഞ്ഞു. പറയാം. അതായത് ഞാൻ കാരണല്ലേ, ഇവരെല്ലാം സപ്പോർട്ട് ഉണ്ടാണ്. എത്രത്തോളം ഇവരെല്ലാം നല്ല രീതിയിൽ നമ്മളെ കാണുന്നതും. കുറെ ആൾക്കാർ കമന്റ് ഇടുന്നുണ്ട് നെഗറ്റീവ്. അതുകൊണ്ടാണ് അത് നോക്കുക ചെയ്യേണ്ടി. അന്നേരം രക്ഷപ്പെടുന്നത്. യൂട്യൂബിന്റെ അകത്ത് നെഗറ്റീവ് നല്ല പറയുന്ന ആൾക്കാർ കുറെ ഉണ്ട് യൂട്യൂബില്. നന്നില്ലാത്തവരെ. കാരണം ഒരു ചെയ്യുന്ന എന്താണ് അതിന് സപ്പോർട്ട് ചെയ്യും, ഇതും ചെയ്യും. നെഗറ്റീവ് പറയുന്ന നെഗറ്റീവ് പറയും. ഈ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ കുറെ അമ്മമാർ സ്ഥല എന്റെ മോളെ വരണത്തോതിയ കുറെ ആൾക്കാർ. പക്ഷെ അത് നല്ലതാ. അതിനെ കൊണ്ട് നമുക്ക് റീച്ച് കിട്ടും. പിന്നെ ഇൻസ്റ്റാഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതും പറയൂ, മോശതും പറയും. നല്ലത് മോശം അംഗീകരിക്കുന്ന ആൾക്കാർ. ഇൻസ്റ്റയിൽ പിന്നെ നമ്മൾ എല്ലാം നല്ല ഇൻസ്റ്റയിൽ ഇടുന്ന കമന്റ്സുകൾ എന്ന് വെച്ചാൽ ഓരോരുത്തർക്ക് നല്ല കമന്റ് എത്രത്തോളം ഇടാൻ പറ്റും. ഒരു അതിന് ലൈക്കിന് വേണ്ടിയിട്ട് ഇടുന്നതാണ്. അപ്പൊ അതെല്ലാം കൊണ്ട് എല്ലാവരും സപ്പോർട്ട് ഉണ്ട്. നമ്മൾ എന്താ ഇപ്പൊ ഈ നല്ല ഇപ്പൊ അങ്ങനെ രക്ഷപ്പെട്ടു എന്നല്ല പറയുന്നത്.
ഒരു 0 എന്നൊരു 1 എങ്കിലും ആയിരിക്കും. ആ സത്യ അത് ഞാൻ പറയുന്നില്ല അമ്മേ. അമ്മേനോട് ഇപ്പം ഞാൻ പണിക്കോണ്ടെന്ന് പറഞ്ഞു. കാരണം എന്തുകൊണ്ടാ, എത്ര കാലം അമ്മ പണിക്കും, അമ്മേനും എല്ലാ പണിക്കും പോയി. എല്ലാ പണിക്കും പോയി. എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം മക്കളും ആഗ്രഹം സത്യം അല്ലേ. ഇത് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. ഭൂരിഭാഗം മക്കളെ എനിക്ക് ഇത് വാങ്ങിക്കൊടുത്ത 2 കൊല്ലത്തോളം സൂപ്പർ മാർക്കറ്റിൽ പോയി ഭയങ്കര ഭയങ്കര കഷ്ടപ്പാട്. എല്ലാവരുടെയും കഷ്ടപ്പാടുണ്ടാവുമല്ലോ. എന്ത് പണിക്കായാലും നമുക്ക് കഷ്ടപ്പെടണം. പക്ഷെ ഈ കുറെ കാലം കഷ്ടപ്പെട്ടോണ്ട് ഇപ്പൊ റെസ്റ്റ് നല്ലല്ലേ, ഉറപ്പല്ലേ? അതന്നെ റെസ്റ്റ് എടുപ്പിക്കാൻ നീ ഇനി അച്ഛനും കൂടെ റെസ്റ്റ് കൊടുക്കണം എനിക്ക്. അതെന്റെ ഒരു ആഗ്രഹം. അച്ഛൻ റെസ്റ്റ് എടുക്കുന്നില്ല ഇപ്പൊ? ഇല്ല, അച്ഛൻ പണിക്ക് പോകുന്നുണ്ട്. അച്ഛന് വാർപ്പിന്റെ പണി, ഈ വെയിലത്ത് വാർപ്പിന്റെ പണി നല്ല പിന്നെ ഭയങ്കര കഷ്ടപ്പാട്. അച്ഛന്റെ മാത്രമല്ല, പണിക്ക് പോകുന്ന എല്ലാവരും. അതാണ് എന്റെ ആഗ്രഹം. എന്റെ ആഗ്രഹം അച്ഛനും കൂടെ റെസ്റ്റ് കൊടുക്കണം. നടക്കട്ടെ, സാധിക്കട്ടെ. നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി തുടങ്ങിക്കോളൂ. അപ്പൊ അമ്മക്ക് ഏറ്റവും വിഷമമുള്ളത് എന്താ? നീ അല്ല അമ്മ പറയട്ടെ. അമ്മ ഏറ്റവും കൂടുതൽ കരഞ്ഞ എന്തിനാ? ഞാൻ കരഞ്ഞതാ. ഞാൻ കരഞ്ഞെന്ന് വെച്ചാൽ ഒരു ദിവസം ഇവ ഒരു കിരട്ടില് വീണ ഒരു സംഭവം ഉണ്ടേന്. ഞാൻ എന്റെ വീട്ടില് കല്ലേരി എന്റെ വീട്. അപ്പൊ ആടെ പോയി ആടെ കിരട്ടിന്റെ പണിയേന്. കിരട് കെട്ടുവാൻ അന്ന് ആള് വന്നില്ല. അപ്പൊ അച്ഛൻ പറഞ്ഞു ഇന്ന് ഇവിടെ നിന്ന് എനിക്ക് നാളെ പോവാന്ന്. അപ്പൊ അങ്ങനെ അന്ന് ആടെ നിന്ന് ഇവനെ കുളിപ്പിച്ച് ഇങ്ങനെ സ്റ്റെപ്പുമ്മല് വെച്ചതാ. ഇവനിങ് ഓടുമ്പോ കിരട്ടിലങ്ങ് തെറിച്ചു പോയി. പിന്നെ എന്റെ വീട്ടിന്റെ ഇടവലത്തൊന്നും അങ്ങനെ ആളില്ല, പെണ്ണുങ്ങളാളുള്ളൂ. അപ്പോൾ ഒരുത്തനും കുറച്ച് ദൂരേന്ന് ഓടി വന്ന് പിന്നെ ഓനിങ്ങനെ കിരട് ചുറ്റും എന്നല്ലാണ്ട് കിരട്ട് തുള്ളുന്നില്ല. ഇപ്പൊ കുഞ്ഞാനിങ്ങനെ പൊന്തുന്നുണ്ട്, അങ്ങ് താണുക. രാജേട്ടനുണ്ട് ഒക്കെ. ഇവനങ്ങ് പൊന്തുന്നുണ്ട്, താണു വന്നിട്ട് പിന്നെയും പൊന്തുന്നുണ്ട്, പിന്നെയും താണുന്നുണ്ട്. ഇങ്ങനെ കുറേ പ്രാവശ്യം ഇങ്ങനെ. അപ്പോൾ ഓളും പറഞ്ഞ് പിന്നെ നിങ്ങൾ തുള്ളിയോട് രാജേട്ടാ, കുഞ്ഞനെന്തോ ആയിപ്പോന്നാണ്. പിന്നെ എനക്കും തോന്നി. പിന്നെ ഇവൻ ഇളക്കയില്ലാണ്ട് ഇങ്ങനെ മെല്ലെ പൊന്തി വരുന്നതാ കാണുന്നത്. അപ്പം ഞാനും വിചാരിച്ചു. പിന്നെ എനക്കൊന്നും തിരിഞ്ഞില്ല. ഓനും പേടിയുണ്ട്. വെച്ചാൽ കിരട്ടിൽ തുള്ളിയിട്ട് ഓൻ്റെ ജീവനും കൂടി അങ്ങ് പോകല്ലോ. ഓനും പേടി തുള്ളുവേ. ഓൻ പറയുന്നത്, എല്ലാവരും പറയുന്നത് കയറ് വാങ്ങുന്നു. കയറ് വാങ്ങണേ കുറേ ദൂരെ പോകണം. അപ്പൊ ഞാൻ എന്ത് പണിയെടുത്ത് ഓൻ ഉന്തി അങ്ങട്ടി. ഞാൻ ഓൻ ഉന്തി അന്നും ഞാൻ പിന്നെ അന്നേരം ഓർമ്മിച്ചില്ല. ഓൻ ഉന്തിയിട്ട് ഓൻ കിരട്ടില് വേഗം ഇവനെ എടുത്ത് ഞാരെടുത്തോ കൊടുത്ത് പിന്നെ ഓന അങ്ങനെ ആരല്ലോ ഇങ്ങനെ കയറ്റി. പിന്നെ എനിക്ക് പിന്നെ ഇവനെയും കൊണ്ട് ഡോക്ടറെ അടുത്തെല്ലാം പോയി. ഡോക്ടർക്കും ഭയങ്കര ഇതായിപ്പോയി. ഡോക്ടർ എന്നെ അടിച്ചിട്ട് പറഞ്ഞു മോളൊന്നും പേടിക്കണ്ട, ഭാഗ്യമുള്ള മോളെ, ഓനൊന്നും പറ്റിയിക്കില്ല ഇപ്പൊ. അങ്ങനെ ഞാൻ ഒരുപാട് അങ്ങനത്തെ വിഷമത്തിൽ നിന്നെല്ലാം കരകാരി വന്നതായത്. കിണറിൽ വീണപ്പോൾ അതന്നെ എനിക്ക് ഏറ്റവും വലിയ ദുഃഖം എന്റെ അന്ന് വന്ന്. ഞാൻ ഇതൊന്നും ഉണ്ടാവൂലേ. നിങ്ങൾക്കൊന്നും കമന്റ് ഇടേണ്ട ആവശ്യമില്ലായിരുന്നു. നെഗറ്റീവില്ലേ അന്ന് അല്ല, പോസിറ്റീവ് 100% പോസിറ്റീവ് തന്നെയാണ്. അതുപോലെ കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട്. അത് പ്രശ്നം. അതെന്തിനൊന്നും 3 വയസ്സായിക്കാളും. പക്ഷെ എന്റെ ആദ്യം അന്ന് ആടെ ഉള്ളതുകൊണ്ട് ഒമ്പേൻ തുള്ളി ഇവനെടുത്ത് ഞാൻ അങ്ങനെ ചെയ്തിട്ടാണെങ്കിലും പിന്നെ ഓനുള്ളതുകൊണ്ട് ഇവൻ രക്ഷപ്പെട്ട്. കൈ നോക്കാറുണ്ടോ? കൈ നോക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള കൈ നോക്കുന്ന ഇഷ്ടമല്ല. ഞാൻ നോക്കിക്കില്ല. ഒരു പ്രാവശ്യം പോലും നോക്കിയിട്ടില്ല? ഇല്ല, ഞാൻ നോക്കിക്കില്ല. ഈ നോക്കലുണ്ടോ? ഞാൻ ഒരു കൊശുവിന് നോക്കൂ. എന്താ പറയലേ? ഞാൻ എത്ര മക്കൾ ഉണ്ടാവുന്നല്ലോ ചോദിക്കൂ. എത്ര മക്കളുണ്ടാവും? ഒരു കാറ്റ് വിടും 3 മക്കളെ യോഗ കിട്ടി തന്നെ മതി. ഞാൻ നമുക്ക് കേൾക്കുമ്പോ ഒരു കൊശുവല്ലേ. നമ്മള് കമ്പനിക്കാരോട് പോകുമ്പോ കയ്യെല്ലാം വെച്ചു കൊടുത്താല് പിന്നെ അങ്ങനെയാവുകൾ ഭാവിയിൽ ഭയങ്കര ആവുന്നെല്ലാം പറയും. ഭാവിയിൽ ഭയങ്കരല്ലോ. ഞാൻ ഭയങ്കര ഒന്നായിക്കില്ലേ, വെറുതെ പറയുന്ന. ഞാൻ പറഞ്ഞ ഒരു പറയുന്ന അങ്ങനെ സാധനങ്ങളെ പറയാം. അപ്പൊ നമുക്ക് എന്തായി ഒരു മോട്ടിവേഷൻ ആയില്ലേ. 3 കുട്ടികൾ ആയി, കല്യാണം കഴിക്കാത്തവരോട് 3 കുട്ടികൾ തന്നെ അവരെ സന്തോഷം വെച്ചേക്കത്. അപ്പൊ ഭയങ്കര. പിന്നെ പറയൂ ഭാവിയിൽ ഭയങ്കര അതെല്ലാം ഓരോരുത്തർ പറയുന്നല്ലേ. അതെല്ലാം ഒരു പറയും. അതുപോലെ ഇങ്ങനെ നോക്കിട്ട് അങ്ങ് പറയും. പിന്നെ ഈ വര ഇങ്ങോട്ട് അടുത്തേക്ക് അതുകൊണ്ട് നിങ്ങളെ ഭാഗ്യം അടുത്ത മാസം തെളിയുന്ന പറയും. അപ്പൊ നമുക്ക് അത് കേൾക്കുമ്പോ അടുത്ത മാസം എന്തോ തെളിയുന്നുണ്ട്, എന്ത് തെളിയുന്നു, ഒരേ തെളിയില്ല. അപ്പൊ ആരാടുന്നുണ്ട്. അപ്പൊ അതെല്ലാം കേൾക്കുന്ന ഒരു മെന്റലി ഒരു ഹാപ്പിനെസിന് വേണ്ടിയിട്ട്. അല്ലാണ്ട് അതിലൊന്നും ഒന്നും വിശ്വസിച്ചൊന്നല്ല, ഒരു ഹാപ്പിനെസ്. അല്ല, എനിക്ക് എന്റെ കൈ നോക്കിട്ട് എന്താ പറയില്ലെന്നറിയാ. ഇതെല്ലാം തന്നെ 3 കുട്ടികളുണ്ടാവും, അതാവും ഇതാവെല്ലാം പറയൂ നിങ്ങൾ. അതല്ല പോലെ എന്നാലും എനിക്ക് തോന്നുന്നു പ്രായമായവരാണ് പൊതുവെ കൈ നോക്കാറ്. നിങ്ങൾ എന്താ കൈ നോക്കാതെ? എനിക്ക് ഇഷ്ടമല്ല കൈ നോക്കുന്ന. ഒരു നോണ അറിയുന്നുണ്ടാ? അതേപോലെ ഇങ്ങനെ എന്തെങ്കിലും പറയാൻ ഇഷ്ടമല്ല. അത് രസാ കേൾക്കാൻ. എന്തെങ്കിലും അതിലും സത്യം ഉണ്ടാവും. ചെറുതായിട്ടൊക്കെ എവിടെയൊക്കെ സത്യം ഉണ്ടാവും. ചെറുതായിട്ടൊന്നല്ല, അതിലും സത്യമുണ്ട്. ഓരോ ജീവിതമാർഗം ഒരാളെ അല്ലേ ഓരോ ജീവിതമാർഗം വെച്ച് നമ്മൾ കളിക്കാനേ പാടില്ല. അത് ഓരോ ലൈഫ്. അതിൽ ഒരു പഠിച്ചതായിരിക്കും ചിലപ്പോ, അതിൽ സത്യം ഉണ്ടാവും. അത് ഓരോ വിശ്വാസം. ഞാൻ എന്റെ ഹാപ്പിനെസ് താല്പര്യം ഇല്ലാത്തോണ്ടാ ഓല ജോലി ചെയ്യുന്ന ഒരു പഠിച്ചിട്ടാണ് പഠിച്ചിട്ട് തന്നെയായിരിക്കും. പക്ഷെ എനിക്ക് ആരെയും ഡിമോട്ടിവേഷൻ ചെയ്യാറില്ല. അതന്നെ
ഓലെ ജോലിയാ, ഓല് ചെയ്തോട്ടെ. ഞാൻ ആ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇവിടെ എങ്ങനെ ഉണ്ട് ഒരാളെ പാഞ്ഞു കാര്യമായിട്ട് നാളെ തന്നെ പൊങ്കാലിടാൻ വേണ്ടി ഒരു ചെറിയ സാധനം കിട്ടുമെന്ന് വെച്ചിട്ട് ഇങ്ങനെ മോട്ടർ ആക്കുന്നുണ്ട്. ഞാൻ മോട്ടർ ആവൂല, കുറച്ചൊക്കെ കിട്ടി. അത് മതി, കിട്ടിയ സാധനത്തിന് ഞാൻ ബാക്കി ഡീൽ ചെയ്തോളൂ. ഇവിടെ മോട്ടർ ആക്കുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അതെ അതെ അതെ, അതാണല്ലോ എന്റെ ജോലി. അത് പറയാതിരിക്കാന്നുള്ളതാണ് നിന്റെ. പക്ഷെ കുറച്ച് മോട്ടറിംഗ് എല്ലാം വേണം. ഇതൊക്കെ പോരാ? ഓ മതി, ഇതന്നെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരുടെ വീഡിയോസില് ആരാണ് വീഡിയോ എല്ലാം എടുത്തു തരുന്നത്? വീഡിയോ എടുത്തുന്നത് ക്യാമറമാൻ കണ്ണൻ. ഓനെപ്പോ എന്റെ കൂടെ ഉണ്ടാവും. ആ ബാലുപോലെ. ബാലുവല്ല നല്ല എന്റെ ചങ്ക, എന്റെ ചങ്കെടുപ്പാണ്. കസിനാണ്. പിന്നെ എന്റെ കൂടെ ആദ്യം ഉണ്ടായിരുന്ന അരുൺ എന്ന് പറഞ്ഞ ആളായിരുന്നു. ഓനും എന്റെ കൂടെ വീഡിയോ ചെയ്യാൻ പള്ളിയത്തുള്ള അരുൺ എന്ന് പറഞ്ഞ ആളാണ്. പിന്നെ ഓനെ വീട്ടിലെ ഇഷ്യൂ കാര്യങ്ങൾ കൊണ്ട് ഓന് പണിക്ക് വേണ്ടുന്നൂടാ. അപ്പൊ ഓനെല്ലാം ഓൻ തന്നെ പണിക്ക് പോയി തുടങ്ങി. പിന്നെ ഓനെ കിട്ടാറില്ല. പിന്നെ ക്യാമറമാൻ കണ്ണനുണ്ട്. കണ്ണൻ എപ്പോ ഉണ്ടാകുന്നത്? അതാ കണ്ണൻ അവിടെ. കണ്ണവാ ക്യാമറമാൻ കണ്ണൻ. ചങ്കാണ്, ചങ്കിടിപ്പാണ് കണ്ണൻ. രാവിലെ എന്റെ കൂടെ ഉണ്ടാവും, രാത്രി വരെ. 24 മണിക്കൂർ നിങ്ങൾ രണ്ടുപേരാണ്. സീന. ഇവൻ എന്നോട് പറയും എവിടെ പോയി കഴിഞ്ഞാലും ഞാൻ ആയിക്കോളൂ. എന്നോട് ഒരു വർത്താനത്തിന് ഞാൻ നിൽക്കൂല. ഇവൻ എന്താ പ്രശ്നം ഉണ്ടെങ്കിൽ സംസാരിക്കാൻ നിൽക്കൂല. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഫൈറ്റിങ്ങിന് നല്ല ഇതായിരിക്കും, എന്നെ മോട്ടറാക്കും. അപ്പോൾ ഞാൻ പല സ്ഥലത്തുനിന്ന് വർത്താനം പറയും പല ആൾക്കാരോട്. ഇവന്റെ പ്രത്യേകത. അപ്പൊ എന്ത് പറയുന്നത് ഇവേ? അപ്പൊ ഇവനൊന്നും അനങ്ങൂല. ഇവനാണ് പറഞ്ഞിട്ട് ഞാൻ പോയി ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ ഞാൻ പലരോടും റോങ് ആയിട്ട് പോയാൽ ഞാൻ പോയി ചോദിക്കും. അല്ല ഇന്ന് റോങ് ആയിട്ട് തന്നെ ഇവൻ പറഞ്ഞു എന്നോട്, എടാ ചോദിക്കണം പോയിക്കൂടാ. അപ്പൊ ഞാൻ പോയിക്കൂടാ, എന്താ റോങ് ആയിട്ട് ചോദിക്കുക. അപ്പൊ ഇവൻ ബേക്കിൽ ഇരുന്നിട്ട് അനങ്ങൂല. അപ്പൊ ഞാൻ തിരിച്ചു ഇവനോട് കല്ലട ഇനി പറ്റല്ലേ ഇഞ്ഞ തനങ്ങാത്തത്, ഇനി ഫൈറ്റ് തുടങ്ങിയാൽ ഞാൻ അനങ്ങാക്കുമോ? ഒക്കെ കഴിഞ്ഞ ഇവനെ പുലത്തിരുത്തി തറക്കാരോ അടിച്ചിട്ട് ഓടിച്ചാടി. ഇവൻ ഒരടി പോലും തിരിച്ചടിച്ചില്ല. അപ്പോൾ എനിക്ക് രണ്ടും മനസ്സിലായി, ഇവന് എന്തിനും പറ്റൂല, വർത്താനത്തിനും പറ്റൂല, ഫൈറ്റിങ്ങിനും പറ്റൂല. അടിയൊക്കെ കിട്ടാറുണ്ട്. കഴിഞ്ഞ പുലത്തുരുത്തി അമ്പലത്തിൽ തിറക്കി ഇവൻ അടി ഉണ്ടാക്കി. നിനക്ക് കിട്ടിയോ? എനിക്ക് കിട്ടിയില്ല. എന്താണ്? ഇല്ല, എനിക്ക് ഇതിന് കിട്ടിയില്ല അടി. ഇതിന് കൊടുക്കാറുള്ളൂ? കൊടുക്കാറില്ല. ഞാൻ ആരെ ഉപദ്രവിക്കാറില്ല. അതുകൊണ്ട് എനിക്ക് അതിനുള്ള ഇഷ്യൂ ഇല്ല. ഇവൻ കഴിഞ്ഞ ദിവസം ചട്ടിപ്പറമ്പിൽ അടി ഉണ്ടാക്കി. ചട്ടി കളിക്കാൻ ഒറ്റക്ക് പോയി. അതിന് 50 രൂപ ലാഭം വിചാരിച്ചിട്ട്. എന്നിട്ട് ഇവൻ അടി കിട്ടി. 5 ആൾക്കാർ കൂട്ടി ഇടിച്ച് പൊടിച്ചാണ്. അപ്പൊ കൈൻ്റെ തെളിവതാ, കൈൻ്റെ അടിയല്ലതാ പുണർത്തേക്ക്, കൈൻ്റെ അടിയതാ കാണിക്ക്. അതാ 5 ആൾക്കാർ കൂടി ഇവനെ അടിച്ച് പൊട്ടിച്ചാണ്. എനിക്ക് എന്നോട് പറയുന്നത്, ഞാൻ ടീച്ചറോട് ഇനിതല്ലേ പറഞ്ഞ ഇനി അടിക്കുന്നല്ലേ പറഞ്ഞ, ഇനി അടിച്ചില്ലേ? അതെനിക്ക് അടിക്കാൻ സമയം കിട്ടിയില്ല. അത് കാരണം ഓല അടി തീർത്ത് ഇവൻ കൊണ്ട് ചവിട്ടി കൂട്ടിക്കളഞ്ഞിക്ക് ഇവനാ. അതിനോട് എനിക്ക് മനസ്സിലായി എന്താന്നറിയാ, ഇവൻ അടിക്കാനും കൊള്ളൂല, വർത്താനം പറയാൻ കൊള്ളൂല. ഇവരെന്നോട് പറയും അടീന്റെ സമയം ഞാനും ഇടപെടും. എന്നിട്ട് അന്നൊരു അടി പോലും ഇവൻ അടിച്ചിട്ടില്ല. തിരിച്ചടിക്കാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചോടെ കാണുന്ന ആൾക്കാര് വേറെ ഇതാ ഇവന്റെ സ്ഥിതി. നല്ല മോന, നല്ല മോന. ഓനെ അടുത്ത യൂട്യൂബർ ആക്കാൻ പോണ. ഇത്രയും നേരം തല്ലുകൊള്ളിയാ ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞിട്ട് നല്ല മോനാണ് ലാസ്റ്റ്. നല്ല മോന. ഓനെ അടുത്ത യൂട്യൂബർ ആക്കാൻ പോന്നെ. ക്യാമറമാൻ കണ്ണൻ നായിക്കും എന്റെ യൂട്യൂബ് ചാനലിന്റെ പേര്. ഇപ്പോഴേ ഞാൻ ട്രെയിനിങ് കൊടുത്തു തുടങ്ങി. ഓന് എന്റെ വീഡിയോസിന്റെ അകത്ത് ഉണ്ടാകാറുണ്ട്. ഓൻ അടുത്തൊരു യൂട്യൂബർ ആയിരിക്കും. ഈയാണ് വാർത്തെടുക്കുന്നത്. ഞാൻ ആക്കി എടുക്കും. നിന്റെ യൂട്യൂബിന്റെ ഗുരുവാണോ? നല്ല ഗുരു. ഞാൻ ഓനെ എന്റെ കൂടെ നിന്നതിന് ഓനുള്ള ഗുണം ഞാൻ ആക്കി കൊടുക്കും. യൂട്യൂബർ ആട്ടെ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. എന്റെ കൂടെ നിൽക്കുന്നവരെല്ലാം ഈ സപ്പോർട്ട് ഉറപ്പല്ലേ? എന്നെ ആക്കുവോ? ഞാൻ ഇനിയും പോലും ഇനി ആക്കും. ഇനിയും ചിന്താവാൻ അവൾ ഓൾറെഡി ഓക്കെ അല്ലേ? ആൾക്കാരിങ്ങനെ പറയണെങ്കിൽ ഇവള് ഉഷാറിനെ ഞാൻ എത്ര നേരം മോട്ടർ ആക്കിയത് ഇവക്ക് ഇതന്നെയാ വേണ്ടല്ലേ? അതെ അതെ, ഞാൻ തിരിച്ചു മോട്ടർ ആക്കിക്കേ. എന്തായാലും അപ്പൊ ഇതേപോലെ ഹാപ്പി ആയിട്ടിരിക്കും. ഒരുപാട് സന്തോഷങ്ങൾ ഇനി വരട്ടെ, ഉയരങ്ങളെല്ലാം നേടട്ടെ എന്ന് ആശംസിക്കുന്നു. അച്ഛനെ പണിക്ക് പോവാതിരിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അമ്മേന്റെ ആഗ്രഹം അത് ഭയങ്കര എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. ഉറപ്പല്ലേ? എല്ലാരും നടക്കട്ടെ. എനിക്കും എന്തെങ്കിലും ആഗ്രഹം? എന്റെ മാത്രല്ലേ, എല്ലാവരും ആഗ്രഹങ്ങളും നടന്നോട്ടെ കേട്ടോ. എല്ലാവർക്കും ഓരോ സ്വപ്നങ്ങളുണ്ട്, അതെല്ലാം നടക്കട്ടെ. എല്ലാം നടക്കട്ടെ. അപ്പം ഇത്രയും നേരം നമ്മൾ എല്ലാവരെയും സഹിച്ചിരുന്നതിന് ഒരുപാട് താങ്ക് യു. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാവരോടും സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്ക് ഒരുപാട് നന്ദി അല്ലേ? തുടർച്ചയായിട്ട് വീണ്ടും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നില്ലേ? എന്തായാലും ഞാൾ എന്നും ഉണ്ടാകും ഇവിടെ തന്നെ. ഓക്കെ, താങ്ക് യു. ബൈ.